everyone, welcome back to my channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെ സ്മാർട്ടിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ കെ സ്മാർട്ടിൽ ഫുള്ളായിട്ട് ഒരു ഇ ബില്ല് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതും അത് അപ്രൂവ് ചെയ്യുന്നതും വരെയുള്ള ഒരു സ്റ്റാറ്റസാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനല്ല നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, നമ്മളുടെ പ്രിയപ്പെട്ട അക്കൗണ്ടൻറ്റ് ഷൈനി മാഡാണ്. അപ്പോൾ ആൾക്കാണ് ഇതിൻ്റെ നേരിട്ടിട്ട് ക്ലാസ് കിട്ടിയിട്ടുള്ള ആൾ. അപ്പോൾ ആളാണ് നമുക്ക് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഷൈനി മാഡത്തിനെ ക്ഷണിക്കും. നമസ്കാരം, എൻ്റെ പേര് ഷൈനി, ഞാൻ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കെ സ്മാർട്ടിൽ ബില്ല് തയ്യാറാക്കുന്നതിനെക്കുറിച്ചൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദമായിട്ട് നമ്മളെങ്ങനെയാണ് ബില്ല് തയ്യാറാക്കി പ്രോസസ്സ് ചെയ്ത് നമ്മൾ സാങ്കേതിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ റിക്വസിഷനും ബിൽ ജനറേഷനും ബിൽ സെൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രോസസ്സ് തന്നെ നമുക്ക് കെ സ്മാർട്ട് വഴി ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, കെ സ്മാർട്ട് വന്നതോടുകൂടി നമുക്ക് നമ്മൾ മുമ്പ് ബില്ല് ചെയ്തുകൊണ്ടിരുന്ന സാങ്ക്യ വെബ് എന്ന സൈറ്റ് ഇപ്പോൾ ഇല്ല. ഇനി നമ്മൾ ബില്ല് തയ്യാറാക്കേണ്ടത് കെ സ്മാർട്ട് വഴി മാത്രമാണ്. അപ്പോൾ എല്ലാ പ്രോജക്റ്റുകളുടെയും ബില്ല് നമുക്ക് കെ സ്മാർട്ടിൽ തന്നെ തയ്യാറാക്കണം. ആദ്യമായിട്ട് അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സെക്രട്ടറി നമുക്ക് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്ത്, ലോഗിൻ അല്ല, ഒരു പ്രോജക്റ്റ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ പ്രോജക്റ്റ് യൂണിറ്റിൽ നമ്മൾ അസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബില്ലുകളെല്ലാം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ പ്രോജക്റ്റ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അസൈൻ ചെയ്ത് നമ്മൾ ലോഗിനിൽ ഈ പ്രോജക്റ്റ് യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. നമ്മൾ ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന് വെച്ചാൽ സെക്രട്ടറി നമുക്കൊരു പ്രോജക്റ്റ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം നമ്മളുടെ ലോഗിനിൽ HRMS എന്ന സർവീസിൽ കയറിയിട്ട് നമ്മളെ അതിനകത്ത് മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. HRMS എന്ന സർവീസിൽ പ്രോജക്റ്റ് യൂണിറ്റ് എടുത്തിട്ട് അതിൽ പ്രോജക്റ്റ് യൂണിറ്റിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ടോ, നമ്മൾ അസൈൻ ചെയ്തിട്ടൊന്ന് പരിശോധിക്കണം. ഇതിൽ നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ തന്നെ അത് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അവരുടെ ടിയുടെ ആരുടെയെങ്കിലും സഹായത്തോടെ ഒന്ന് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോജക്റ്റിൻ്റെ ഈ ബില്ലെടുക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബഡ്ജറ്റ് എൻട്രിയാണ്. നമുക്ക് കെ സ്മാർട്ടിൽ ബഡ്ജറ്റ് എൻട്രി ചെയ്യാതെ ഒരു ചിലവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സുലേഖ, ഇതിനായിട്ട് നമ്മൾ ബഡ്ജറ്റ് എൻട്രി ചെയ്യണമെങ്കിൽ സുലേഖയിലെ പ്രോജക്റ്റുകൾ നമുക്ക് വെറ്റ് ചെയ്ത് കിട്ടിയ എന്ന് വെച്ചാൽ അപ്രൂവൽ സ്റ്റാറ്റസ് ഉള്ള പ്രോജക്റ്റുകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരത്തുള്ളൂ ബഡ്ജറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ പ്രോജക്റ്റ് ഏതൊക്കെയാണ് അപ്രൂവ് ആയത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ. നമ്മളത് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സർവീസിൽ, ഫിനാൻസ് മാനേജ്മെൻറ്റിൽ ബഡ്ജറ്റ് സർവീസസിനകത്ത് ബഡ്ജറ്റ് എൻട്രി എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ കാർഡിൽ ബഡ്ജറ്റ് എൻട്രി എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ഈ ബഡ്ജറ്റ് എൻട്രി ക്ലിക്ക് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ ബഡ്ജറ്റ് എൻട്രി പ്രോസസ്സ് നടത്തുന്നത്. ഈ ബഡ്ജറ്റ് എൻട്രി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബഡ്ജറ്റ് എൻട്രി സേവ് മാത്രം ചെയ്യുക, സബ്മിറ്റ് ചെയ്യരുത്. നമ്മൾ സേവ് മാത്രം ചെയ്ത് നിർത്തിയാൽ മതി. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോജക്റ്റ്, നമ്മൾ ഏത് പ്രോജക്റ്റാണോ, ഓരോ പ്രോജക്റ്റും നമ്മൾ ബഡ്ജറ്റ് എൻട്രി ചെയ്തതിന് ശേഷം അതിൻ്റെ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയൽ നമ്മളുടെ ഇൻബോക്സിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ട് വരും. നമ്മൾ പിന്നെ ചെയ്യേണ്ട പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മൾ എന്തൊക്കെയാണ് ഒരു ഹാർഡ് കോപ്പിക്കകത്ത് സേവ് ചെയ്യുന്ന ആ സാധനങ്ങൾ ഫുള്ള് ഈ ഫയലിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വേണം നമ്മൾ പിന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. നമ്മൾ ഈ വർഷം എത്ര ബില്ലുകൾ എടുക്കുന്നോ ആ ബില്ലുകൾ ഫുള്ള് ഈ ഫയൽ വഴി തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 5 ബില്ല്, 6 ബില്ല്, അല്ലെങ്കിൽ ഒരു ബില്ല്, എത്രയായാലും എത്ര ബില്ലായാലും ഈ ഒരൊറ്റ ഫയൽ മതി. നമുക്ക് ഈ ഒറ്റ ഫയലിൽ എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും അറ്റാച്ച് ചെയ്യാം. ഫുള്ള് ബില്ല് ഇതിൽ നിന്ന് തന്നെ എടുത്ത് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ബഡ്ജറ്റ് എൻട്രി ഇതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. കെ സ്മാർട്ട് വഴി നമ്മൾ ബഡ്ജറ്റ് എൻട്രിയും അതേ തുടർന്ന് നമ്മൾ ബില്ലുകൾ എടുക്കുന്നതും അനീഷ വീഡിയോ വഴി നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാനിത് ആദ്യമേ ഒരു കാര്യം പറയാം, ഞങ്ങളിത് ഓഫീസ് ടൈമിലല്ല കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്, 5 മണിക്ക് ശേഷമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. കെ സ്മാർട്ട് എടുത്തു, അതിൽ നമ്മൾ സർവീസിൽ ഫിനാൻസ് മാനേജ്മെന്റ് എടുത്തു, അതിൽ ബഡ്ജറ്റ് സർവീസില് ബഡ്ജറ്റില് ബഡ്ജറ്റ് എൻട്രി. നമ്മൾ ആദ്യം ചെയ്യുന്നത് ബഡ്ജറ്റ് എൻട്രി ആണ്. ബഡ്ജറ്റ് എൻട്രി ചെയ്താലാണ് നമുക്ക് ബില്ല് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കൊടുക്കണം 2025-26 പ്രോജക്റ്റ്. അവിടെ ഔട്ട്ഫ്ലോ ആണ് ടിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആനുവൽ പ്രൊജക്റ്റ് യെസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് പ്രൊജക്റ്റ് നമ്പർ ആണോ വേണ്ടത് എന്നാൽ ആ പ്രൊജക്റ്റ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്ട് നമ്പറിലുള്ള വർക്ക് നമുക്ക് അവൈലബിൾ ആവും. അതല്ല DDO കോഡ് പ്രൊജക്ട് നമ്പർ കൊടുക്കാണ്ട് DDO കോഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ വർക്കിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
ശേഷം നമ്മൾ നമ്മളുടെ പ്രോജക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ എല്ലാം ആ ഒരു ഇന്റർഫേസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. കോൺക്രീറ്റ് റോഡ്സ് സെലക്ട് ചെയ്യുക, റോഡ്സ് ആയ കാരണം കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് സെലക്ട് ചെയ്യുക. അസറ്റ് ക്രിയേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ വർക്കിന്റെ പേര്, എമൗണ്ട്, ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് അഡീഷണൽ ഡീറ്റെയിൽസിലാണ്. അഡീഷണൽ ഡീറ്റെയിൽസിൽ ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് സെലക്ട് ചെയ്യാം. ഫീൽഡിലാണ് നമുക്ക് വാർഡ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് മൊത്തം വാർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വാർഡ് സെലക്ട് ആയി പോകും. അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വാർഡോ 2 വാർഡോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട വാർഡ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പബ്ലിക് വർക്ക്സ്, നമ്മുടെ ഫണ്ടിന്റെ ടൈപ്പ് ജനറൽ ആണ്. ആ ജനറൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ നമ്മളുടെ ഡെവലപ്മെന്റ് ഫണ്ട് ആണ്, അത് സെലക്ട് ചെയ്യുക. പിന്നെ എല്ലാം ഓട്ടോമാറ്റിക് വരും കേട്ടോ. വർക്കിന്റെ പേരെല്ലാം സേവ് കൊടുക്കുക. സേവ് മാത്രം ചെയ്യാൻ പാടുള്ളൂ, സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. സേവ് ചെയ്തതോട് കൂടിയിട്ട് നമ്മുടെ ബഡ്ജറ്റ് എൻട്രി ഡീറ്റെയിൽ കഴിയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് ബില്ലാണ്. ബഡ്ജറ്റ് എൻട്രി ചെയ്തതോട് കൂടിയിട്ട് നമുക്കൊരു പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കും. ഇനി ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഇൻബോക്സിൽ ആ ഫയൽ വീണ്ടും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജനറൽ ഫീച്ചേഴ്സിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു, ആഡ് ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിൽ നമ്മൾ ഇൻഡിവിജ്വൽ ടോപ്പിൽ തന്നെ കാണാം, ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഇൻഡിവിജ്വൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. അപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു. അതല്ല ഇൻഡിവിജ്വൽ കോൺട്രാക്ടർ ആണ് അല്ലെങ്കിൽ അത് ആരാണെന്നുണ്ടെങ്കിലും അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മാനേജറാണ്, മാനേജർ സെലക്ട് ചെയ്തു. പിന്നെ ഇതില് മാൻഡേറ്ററി ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അപ്പൊ അത് കൊടുത്താൽ മതി. ബാങ്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കറന്റ് ആണോ സേവിങ്സ് ആണോ കൊടുക്കുക. ബാങ്കിന്റെ പേര്, ബ്രാഞ്ച്, IFSC, പിന്നെ അക്കൗണ്ട് നമ്പർ. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സേവ് ബെനിഫിഷ്യറി കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിഷ്യറി. ഇനിയാണ് നമുക്ക് സാംഖ്യയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫീച്ചർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഇൻബോക്സിൽ പോയി ഫയൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫിനാൻസില് ജനറൽ ഫീച്ചേഴ്സിൽ ഫിനാൻസിൽ ക്ലെയിം എന്ന് പറയുന്ന ഫീച്ചറാണ്. ഇതാണ് നമുക്ക് സാംഖ്യയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫീച്ചർ. ഇതിലാണ് ആദ്യം നമ്മൾ പ്രൊജക്ട് ക്ലെയിം ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് നമുക്ക് റിക്വസിഷൻ എടുക്കുക. അപ്പൊ ആദ്യം അവിടെ നമ്മൾ ഫണ്ട് ഓട്ടോമാറ്റിക് വരും, പ്രോജക്ട് എമൗണ്ട്, അതിന് ഗ്രോസ് എമൗണ്ട് കൊടുക്കണം സാംഖ്യയിൽ കൊടുക്കുന്നത് പോലെ തന്നെ. പിന്നെ കോൺട്രാക്ടറിന്റെ പേര് സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് പേയി എടുത്തിട്ട് അതിൽ കോൺട്രാക്ടറിന്റെ പേര് ടിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും മുകളിൽ കൊടുത്ത ഗ്രോസ് എമൗണ്ട് തന്നെ വീണ്ടും അവിടെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്തു. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാണ്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളുടെ ലോഗിനിൽ തന്നെയാണ് വരുന്നത്. എന്നിട്ട് അത് നമ്മൾ തന്നെയാണ് അപ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇൻബോക്സിൽ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ അപ്രൂവ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് എടുക്കുന്നു, അപ്രൂവ് ചെയ്യുന്നു. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ തന്നെയാണ് അപ്രൂവ് ചെയ്യുന്നത്. അത് നമ്മൾ സേവ് ചെയ്യുന്നു. അതോടുകൂടിയിട്ട് നമ്മളുടെ ഇൻബോക്സിൽ വീണ്ടും വരുന്നു. ഒരിക്കലും ഡിസ്പോസ് ചെയ്യരുത്. അങ്ങനെ ഇൻബോക്സിൽ പോയി വീണ്ടും ഫയൽ എടുക്കുന്നു. ജനറൽ ഫീച്ചേഴ്സിൽ ഫിനാൻസിൽ നമ്മൾ ക്ലെയിം തന്നെ എടുക്കുന്നു, അപ്രൂവ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഫയൽ ഫോർവേഡ് ചെയ്യാതെ കീപ് ഇറ്റ് ഇൻബോക്സിൽ തന്നെ കൊണ്ടുവരികയാണ്. അതിനുശേഷം പിന്നെ നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ് ആണ് റിക്വസിഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫയൽ എടുക്കുന്നു. ഇൻബോക്സിൽ നിന്ന് വീണ്ടും ഫയൽ എടുത്ത് ജനറൽ ഫീച്ചേഴ്സിൽ ഫിനാൻസിൽ റിക്വസിഷൻ എന്ന് പറയുന്ന ഇതാണ് എടുക്കേണ്ടത്. അതിനുശേഷം അതിൽ കാണുന്ന ഇന്റർഫേസ് ഇത്രയാണ്. അതിൽ ഫസ്റ്റും സെക്കൻഡും നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. ഇനി ചെയ്യാനുള്ളത് തേർഡാണ് അക്കൗണ്ട് ഹെഡ്. അതിൽ പറയുന്ന പ്രകാരം വർക്ക് ബില്ല്, അതുപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും.
കോൺക്രീറ്റ് റോഡ്സ് നമ്മൾ ഗ്രോസ് എമൗണ്ട് കൊടുത്തു. പിന്നെ റിക്കവറീസിൽ ടിക്ക് ഓൺ ചെയ്യുക. അപ്പൊ നമുക്ക് ആവശ്യമായ റിക്കവറീസ് വരും. 4 റിക്കവറീസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. CGST, SGST, IT, KCWF ഇവയെല്ലാം കൊടുക്കുക. അങ്ങനെ CPIN നമ്മൾ കോപ്പി ചെയ്തു. ഇനി റിക്കവറീസ് സെലക്ട് ചെയ്യാം. ആദ്യം IT ആണ്, IT കൊടുക്കുക. IT എത്രയാണ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് അടുത്തത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത ഓപ്ഷൻ വരും. അപ്പൊ അതിൽ ഏത് റിക്കവറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ KCWF, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CGST, SGST എല്ലാം സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. CGST, SGSTക്ക് നമുക്കറിയാം CPIN നമ്മൾ പേസ്റ്റ് ചെയ്യണം. കോപ്പി ചെയ്ത CPIN അവിടെ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോന്നോരോന്നായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആർക്കാണോ ഫണ്ട് പോകേണ്ടത്, കോൺട്രാക്ടേഴ്സ് കൺട്രോൾ അക്കൗണ്ട് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. കോൺട്രാക്ടേഴ്സ് ആയ കാരണം സപ്ലയേഴ്സ് കൺട്രോൾ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് കോൺട്രാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിക്കവറീസ് എല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ചെക്ക് എമൗണ്ട് നമുക്ക് എമൗണ്ടിന് താഴെ വിസിബിൾ ആയിട്ട് കാണും. അപ്പൊ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, അത് തന്നെ അല്ലേ എമൗണ്ട് എന്നൊന്ന് നോക്കുക. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡായി. ഇനി നമ്മൾ അടുത്ത 4ാമത്തെ ഓപ്ഷൻ പേയി ഡീറ്റെയിൽസ് ആണ്. അത് ഒരിക്കലും വിട്ടുപോകരുത്. അത് സെലക്ട് ചെയ്യുക. അവിടെ ഫണ്ട് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം താഴെ ആളുടെ പേരിന് ടിക്ക് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ. ഇനി വീണ്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ വീണ്ടും ആ ഒരു ടിക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടിക്ക് ചെയ്ത് മൊത്തം എററായി പോവും. ആദ്യം ഒരു തവണ മാത്രം ടിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനി ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇൻബോക്സിൽ അതേ പ്രോസസ്സ് തന്നെ ചെയ്യുക. ഫീച്ചേഴ്സിൽ ഫിനാൻസിൽ റിക്വസിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് കീപ്പ് ഇറ്റ് ഇൻബോക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫയൽ എടുക്കുക ഇൻബോക്സിൽ പോയിട്ട്. എന്നിട്ട് ജനറൽ ഫീച്ചേഴ്സിൽ ഫിനാൻസിൽ റിക്വസിഷൻ എടുത്തു, ഓപ്പൺ ചെയ്തു. ഫോർ ഓതറൈസ് നമുക്ക് ഫയൽ ഫോർവേഡ് ചെയ്യാം. നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ പ്രസിഡന്റിനാണ് നേരെ ഫയൽ ഫോർവേഡ് ആവുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇവിടെ തീരെയാണ്. ഇനി പ്രസിഡന്റ് നമ്മൾ സംഖ്യയിൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രസിഡന്റ് നേരെ അക്കൗണ്ടിന് അയക്കും. അക്കൗണ്ടന്റ് നേരെ സെക്രട്ടറിക്ക് അയക്കും. സെക്രട്ടറി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫയൽ ഫോർവേഡ് ചെയ്യും. ഇതിപ്പോ അക്കൗണ്ടന്റിന് ലോഗിൻ ആണ്. ഇത് നമുക്ക് കാണേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ അക്കൗണ്ടന്റ് അലോട്ട്മെന്റ് ആക്കി സെക്രട്ടറിക്ക് വിടും. സെക്രട്ടറി അത് നേരെ നമുക്ക് തിരിച്ചയക്കുന്നതാണ്. അലോട്ട്മെന്റ് വെരിഫൈ ചെയ്തു, ഫോർവേഡ് ചെയ്തു സെക്രട്ടറിക്ക്. അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ ലോഗിൻ ചെയ്തു. അതിനുശേഷം ജനറൽ ഫീച്ചേഴ്സിൽ ഫിനാൻസിൽ ബിൽ ജനറേറ്റ് എടുത്തു, സെലക്ട് ചെയ്തു, ജനറേറ്റ് ബില്ല് കൊടുത്തു. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ചെയ്യാനുള്ളത് സബ്മിറ്റ് അല്ല. ഇവിടെ സബ്മിറ്റ് കാണാം, പക്ഷെ സബ്മിറ്റ് അല്ല, അപ്രൂവ് ആണ് ചെയ്യേണ്ടത്. സാഖ്യയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അപ്രൂവ് ചെയ്യുക. ഫിനാൻസിൽ ബിൽ സെൻഡ് എടുക്കുക. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിനാൻസിൽ ബിൽ സെൻഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് പ്രൊസീഡിങ്സും ബില്ലും പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതുണ്ട്. പ്രൊസീഡിങ്സ് മാത്രമാണ് നമുക്ക് മറ്റുള്ള എല്ലാ ബില്ലുകൾക്കും കിട്ടുന്നത്. ട്രഷറിയിൽ പോകുന്ന എല്ലാ ബില്ലുകൾക്കും നമുക്ക് പ്രൊസീഡിങ്സ് മാത്രമാണ്, ബില്ല് കിട്ടാറില്ല. നമുക്ക് ബില്ല് കിട്ടുന്നത് ഓൺ ഫണ്ടിന് മാത്രമാണ് നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ. ഈ പ്രോസസ്സ് ഇവിടെ തീരുന്നത് സാധാരണ ഓൺ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടന്റിന് പോവും. ബാക്കി പ്രൊസീജിയർ എല്ലാം അക്കൗണ്ടന്റ് ചെയ്യും. അതല്ല, ബാക്കി എല്ലാ ട്രഷറിയിൽ പോകുന്ന എല്ലാ ബില്ലുകളും തന്നെ സാങ്കേതിൽ ചെയ്യുന്നത് പോലെ തന്നെ കേസ്മാർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിംസിലും ബില്ല് ചെയ്യേണ്ടതുണ്ട്, ഇ സബ്മിറ്റും ചെയ്യേണ്ടതാണ്. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. നെക്സ്റ്റ് നമ്മൾ സെൻഡ് ബില്ല് കൊടുക്കുന്നു, ഫോർവേഡ് ഫയൽ കൊടുക്കുന്നു. എങ്ങോട്ടേക്കാണോ ഫയൽ പോകുന്നത് അങ്ങോട്ടേക്ക് അത് ഫയൽ ഫോർവേഡ് ചെയ്യുന്നു.
എന്നിട്ട് സെലക്ട് ചെയ്ത് സബ്മിറ്റ്. ഇത്രയാണ്. ഇനി ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായി അറിയിച്ചാൽ മതി. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ച നമ്മുടെ ഷൈനി മേഡം ആണ് നമ്മളുടെ അക്കൗണ്ടന്റ്. നമ്മൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്ന അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നതിന്. പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.